ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ചർച്ചയിൽ മുൻ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയയുണ്ട്, CPM പ്രതിനിധി P. ഗഗാറിൻ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ A. സജീവൻ എന്നിവരാണ്. ആദ്യം ഞാൻ N. ശ്രീകുമാറിലേക്ക് പോകുന്നു. N. ശ്രീകുമാർ, ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അച്ചടക്ക സമിതിയുടെ റിപ്പോർട്ട്, അതിൽ ഒരു നേതാക്കളുടെയും പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ പേര് പറയാത്തൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇത്ര താമസം എന്തിനാണ്? നോക്കൂ സ്മൃതി, ഇതൊരു അച്ചടക്ക സമിതിയുടെ റിപ്പോർട്ടല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി, അതായത് വസ്തുതകൾ അറിയാൻ വേണ്ടി അവിടെ ചെന്ന് ആ രേഖകളുടെയും മറ്റു മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ട് അവർ, എനിക്ക് തോന്നുന്നത് 8 ദിവസം എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. 17-ാം തീയതി എങ്ങാണ്ടാണ് അവർ പോയത്. ആ 7-8 ദിവസമേ അവർ എടുത്തിട്ടുള്ളൂ. ആ റിപ്പോർട്ട് അവർ KPCCക്ക് സമർപ്പിച്ചു. അത് എന്താണ് അവിടെ നടന്ന യഥാർത്ഥ സംഭവം, ഞാനത് പറയാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഇതിന് മുമ്പ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതായത് അവിടുത്തെ പ്രാദേശികമായ ഘടകത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് KPCC പ്രസിഡൻറ്റും അത് ശരിവെച്ചിട്ടുണ്ട്. അതായത് അവിടെ യഥാസമയത്ത് പ്രാദേശികമായ നേതാക്കൾ കൃത്യമായ വിവരങ്ങൾ KPCCയെ ധരിപ്പിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് കോൺഗ്രസ് അനുഭവിച്ചു. അത് നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തു. അത് വാർത്തകളുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിലും എതിരാളികൾക്കിടയിലും ഒക്കെ വലിയ ചലനം സൃഷ്ടിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അവിടെ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത് വെച്ചാൽ 2 പേര് മരിച്ചതറിഞ്ഞില്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കരുത്. ആ 2 പേരുടെ മരണം, ഒരച്ഛൻ്റെയും മകൻ്റെയും മരണം, അതൊരു കോൺഗ്രസ് കുടുംബത്തിലെ മരണം നിസ്സാരമല്ല. അതുകൊണ്ട് കൃത്യമായിട്ടിത് അന്വേഷിച്ച് ആ കുടുംബത്തിന് നീതി കൊടുക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിലാരെങ്കിലും ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് മനസ്സിലുണ്ടായിരുന്നത്. അവരവിടെ പോയി. അപ്പോൾ അത് പോകുമ്പോൾ തന്നെ ഇവരവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നൊക്കെ ചർച്ച വന്നു. പക്ഷേ അവരവിടെ ചെന്നു. ആ കമ്മിറ്റി, തിരുവഞ്ചൂരിൻ്റെ അടുത്തുള്ള കോൺഗ്രസ് നേതാക്കളെ ആ കുടുംബം സ്വീകരിച്ച് അവരുടെ സങ്കടങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ആ കുടുംബത്തിൻ്റെ പ്രതിനിധികൾ എന്നിട്ട് മാധ്യമങ്ങളോടും അവരുടെ വിവരങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, ഞങ്ങളെ അച്ഛൻ്റെ വാത്സല്യത്തോടെയാണ് നേതാക്കൾ ഞങ്ങളോട് പെരുമാറിയതെന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനും ഞങ്ങൾ നിന്നു കൊടുക്കില്ലെന്നും ആ കുടുംബം പറഞ്ഞു. ആ രേഖകൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ, കയ്യിൽ കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വസ്തുനിഷ്ഠ അന്വേഷണം എന്ന് വെച്ചാൽ എന്താണോ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി എന്താണോ വസ്തുതകൾ ഉണ്ടായത് അത് അറിഞ്ഞ് KPCCക്ക് റിപ്പോർട്ട് കൊടുത്തു. ഒരാഴ്ച എടുത്തു. 17-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഇന്ന് 24-25 ആയുള്ളൂ. 8 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ടോടെ കൊടുത്തു. ഈ റിപ്പോർട്ട് കോൺഗ്രസ്സാണ് കൊടുത്ത സ്മൃതി. കോൺഗ്രസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഒന്നും നടക്കില്ല. ഒരു കമ്മിറ്റിയെ വെച്ചു, കമ്മിറ്റിയോടെ പോകുന്നു. CPM, ഈ ഗഗാറിൻ്റെ പാർട്ടി എല്ലാ ദിവസവും ചർച്ചയാണ് അവരുടെ മാധ്യമങ്ങളിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കുടുംബത്തെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കുടുംബത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് കിട്ടുമോ എന്ന് പോലും ചിലർ നോക്കി. അതൊന്നും നടന്നില്ല. ശ്രീകുമാർ, എന്ത് നീതി നേടിക്കൊടുത്തു എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ചർച്ച തുടരാം. ഇതിനിടയ്ക്ക് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലേക്ക് ഒന്ന് പോകുന്നു. हमारे देश के लोकतांत्रिक मूल्यों को फिर से जीवंत बनाया। न्याय, स्वतंत्रता, समता और बंधुता केवल सैद्धांतिक अवधारणाएं नहीं हैं, जिनका परिचय हमें आधुनिक युग में प्राप्त हुआ है। ये जीवन मूल्यों तो सदा से हमारी सभ्यता और संस्कृति का अंग रही है। नव स्वाधीन भारत के संविधान और गणराज्य के भविष्य को लेकर जो आलोचक संदेह व्यक्त करते थे, उन लोगों को इन्हीं जीवन मूल्यों के बल पर पूरी तरह से गलत सिद्ध किया जा सका। भारत के गणतांत्रिक मूल्यों का प्रतिबिंब हमारी संविधान सभा की संरचना में भी दिखाई देता है। उस सभा में देश के सभी हिस्सों और सभी समुदायों का प्रतिनिधित्व था। सबसे अधिक उल्लेखनीय बात ये है कि संविधान सभा में सरोजिनी नायडू, राजकुमारी अमृतकर, सुचेता कृपलानी, शंसाबेन मेहता और मालती चौधरी जैसे 15 असाधारण महिलाएं भी शामिल थी। दुनिया के कई हिस्सों में जो महिलाओं की समानता को एक सुदूर आदर्श समझा जाता था,
तो भारत में महिलाएं राष्ट्र की नियति को आकार देने में सक्रिय योगदान दे रही थी। हमारा संविधान एक जीवंत दस्तावेज इसीलिए बन पाया है क्योंकि नागरिकों की निष्ठा सदियों से हमारी नैतिकता परक जीवन दृष्टि का प्रमुख तत्व रही है। हमारा संविधान भारतवासियों के रूप में हमारी सामूहिक अस्मिता का मूल आधार है, जो हमें एक परिवार की तरह एकता के सूत्र में पिरोता है। पिछले 75 वर्षों से संविधान ने हमारी प्रगति का मार्ग प्रशस्त किया है। आज के दिन हम संविधान सभा के प्रारूप समिति के अध्यक्ष डॉक्टर भीमराव अंबेडकर सभा के अन्य प्रतिष्ठित सदस्यों, संविधान के निर्माण से जुड़े विभिन्न अधिकारियों और ऐसे अन्य लोगों के प्रति अपनी कृतज्ञता व्यक्त करते हैं जिनके कठिन परिश्रमों के फलस्वरूप हमें ये विलक्षण ग्रंथ प्राप्त हुआ। प्यारे देशवासियों, संविधान लागू होने के बाद के ये 75 वर्ष हमारे युवा गणतंत्र की सर्वांगीण प्रगति के साक्षी है। स्वाधीनता के समय और उसके बाद भी देश के बड़े हिस्सों में घोर गरीबी और भूखमरी की स्थिति बनी हुई थी, लेकिन हमारा आत्मविश्वास कभी डिगा नहीं। हमने ऐसे परिस्थितियों के निर्माण का संकल्प लिया जिनमें सभी को विकास करने का अवसर मिल सके। हमारे किसान भाई बहनों ने कड़ी मेहनत की और हमारे देश को खाद्यान्न उत्पादन में आत्मनिर्भर बनाया। हमारे मजदूर भाई बहनों ने अथक परिश्रम करके हमारा इंफ्रास्ट्रक्चर और मैन्युफैक्चरिंग सेक्टर का कायाकल्प कर दिया। उनके शानदार प्रदर्शन के बल पर आज भारतीय अर्थव्यवस्था विश्व के आर्थिक परिदृश्य को प्रभावित कर रही है। आज का भारत अंतर्राष्ट्रीय मंच पर नेतृत्व की स्थिति हासिल कर रहा है। संविधान में निर्धारित रूपरेखा के बिना ये व्यापक परिवर्तन संभव नहीं हो सकता था। हाल के वर्षों में आर्थिक विकास की दर लगातार ऊंची रही है, जिससे हमारी युवाओं के लिए रोजगार के अवसर पैदा हुई है। किसानों और मजदूरों के हाथों में अधिक पैसा आया है तथा बड़ी संख्या में लोगों को गरीबी से बाहर निकाला गया है। साहसिक और दूरदर्शी आर्थिक सुधारों के बल पर आने वाले वर्षों में प्रगति की ये रफ्तार बनी रहेगी। समावेशी विकास हमारी प्रगति की आधारशिला है, जिससे विकास का लाभ व्यापक स्तर पर अधिक से अधिक देशवासियों तक पहुंचता है। सरकार द्वारा वित्तीय समावेशन को सर्वोच्च प्राथमिकता दी जा रही है। इसीलिए प्रधानमंत्री जन धन योजना, प्रधानमंत्री जीवन ज्योति बीमा योजना, प्रधानमंत्री सुरक्षा बीमा योजना, मुद्रा योजना, स्टैंड अप इंडिया और अटल पेंशन योजना जैसी वित्तीय समर्थन योजनाओं का विस्तार किया गया है, ताकि अधिक से अधिक लोगों तक विभिन्न प्रकार की वित्तीय सहायता पहुंचाए जा सके। ये भी एक बहुत महत्वपूर्ण बदलाव है कि सरकार ने जन कल्याण को नई परिभाषा दी है, जिसके अनुसार आवास और पेयजल जैसी बुनियादी ज़रूरतों को अधिकार माना गया है। वंचित वर्गों के लिए, विशेष रूप से अनुसूचित जातियों, अनुसूचित जनजातियों तथा अन्य पिछड़े वर्गों की सहायता के लिए सभी प्रयास किए जा रहे हैं। अनुसूचित जातियों के युवाओं के लिए प्री मैट्रिक और पोस्ट मैट्रिक छात्रवृत्तियाँ, राष्ट्रीय फेलोशिप, विदेशी छात्रवृत्तियाँ, छात्रावास और कोचिंग सुविधाएं दी जा रही है। प्रधानमंत्री अनुसूचित जाति अभ्युदय योजना द्वारा रोजगार और आमदनी के अवसर उत्पन्न करके अनुसूचित जातियों के लोगों की गरीबी को तेजी से कम किया जा रहा है। अनुसूचित जनजाति समुदायों के सामाजिक एवं आर्थिक विकास के लिए विशेष योजनाएं बनाई गई है, जिनमें धरती आबा जनजातीय ग्राम उत्कर्ष अभियान और प्रधानमंत्री जनजातीय आदिवासी न्याय महाअभियान PM जनमन शामिल है। विमुक्त घुमंतु और अर्धघुमंतु സമുദായത്തിലെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്. തിരിച്ച് ചർച്ചയിലേക്ക് പോകാം.
ശ്രീ ബാലകൃഷ്ണൻ പെരിയ, താങ്കൾ അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പാർട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ കോഴയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ നേതാവും NM വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതി ന്യായമാണ് എന്നാണ് അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പു നൽകുന്നു എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. 4-അംഗ സമിതിയുടെ റിപ്പോർട്ടാണല്ലോ. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും നേതാക്കൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം റിപ്പോർട്ടിൽ പറയുന്നേയില്ല. ഇങ്ങനെയൊരു കാര്യം പറയാൻ ഒരു സമിതി രൂപീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമായ കാര്യമാണ്. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല. കാരണം ആത്മഹത്യാക്കുറിപ്പിൽ നേതാക്കളുടെ പേരടക്കം നടന്ന കാര്യങ്ങളടക്കം എഴുതി വെച്ചിട്ടാണല്ലോ NM വിജയൻ മരിച്ചത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സമവായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉടമയാണ്. അദ്ദേഹം അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. പക്ഷേ ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ അച്ചടക്ക സമിതിക്ക് ഒരു പുല്ലുവില കൽപ്പിക്കാത്ത KPCC നേതൃത്വമാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് ശ്രീ MK രാഘവനെതിരായി കണ്ണൂരിൽ ഒരു വലിയ പ്രതിഷേധം നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട്. ആ സമയത്തേക്ക് അവിടത്തേക്ക് വിട്ടതും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ്. അന്ന് അദ്ദേഹം വളരെ കൃത്യമായി പ്രശ്നം പരിഹരിച്ച് തിരിച്ചു വന്നു. ഇന്നിപ്പോൾ വയനാട്ടിലേക്കും അദ്ദേഹത്തെ തന്നെയാണ് വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കമ്മിറ്റിയിൽ 4 പേരാണുള്ളത്. അതിൽ 3 പേർ, ഒന്ന് സണ്ണി ജോസഫ്, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ TN പ്രതാപൻ. 4-മതൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജയന്ത് എന്നാണ്. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അറ്റാച്ച്ഡ് സെക്രട്ടറിയാണ്. അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി പിറവി കൊണ്ട ഒരു രൂപമാണ്. ശ്രീ K സുധാകരൻ എന്താണോ പറയേണ്ടത് അത് നിശ്ചയിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പം സ്വാഭാവികമായും ഈ 3 പേർ എത്ര സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയാലും ആത്യന്തികമായി ഈ വിഷയത്തിൽ ഒരു പരിഹാര ദർശനം നൽകുന്നത് ജയന്തായിരിക്കും. അപ്പോൾ ആ ജയന്തിന് കൃത്യമായിട്ടുള്ള അജണ്ട ഈ വിഷയത്തിലും, പ്രത്യേകിച്ച് വയനാട്ടിലെ വിഷയത്തിലുണ്ട്. ഞാൻ സ്മൃതി പറയുന്നു, ഈ വയനാട്ടിൽ ഒരു ഭാഗത്ത് കടുവ രാധയെ പോലുള്ള പ്രിയപ്പെട്ടവരെ കടിച്ചു തിന്നുമ്പോൾ മറുഭാഗത്ത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാരെ കടിച്ചു തിന്നുന്ന ഒരു അഴിമതി മാഫിയ സംഘം വയനാട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും, കേരളത്തിലെ ഏകദേശം 1600-ലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ, ഞാൻ വരുന്ന കാസർഗോഡ്, ഒറ്റ ഉദാഹരണം പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ അഴിമതി കുംഭകോണം കാസർഗോഡ് ജില്ലയിൽ ജില്ലാ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഏകദേശം 135 ആളുകളോട് കൈക്കൂലി വാങ്ങിച്ചു സമ്പൂർണ്ണ കോൺഗ്രസ് നേതൃത്വം. ആ കൈക്കൂലി വാങ്ങിച്ചതിനെ തുടർന്നാണ് കേരളത്തിലെ അപ്പെക്സ് ബാങ്കുകളുടെ നിയമനം PSCക്ക് വിടാൻ AK ആന്റണി തീരുമാനിച്ചത്. പക്ഷേ അന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത്, ആ കേസിൽ പ്രതിയായിരുന്ന ആളുകൾ ഇപ്പോഴും വിജിലൻസ് കേസിൽ, തലശ്ശേരി വിജിലൻസ് കേസിൽ ആ കേസ് 30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിലെ പ്രതികളെ ആരെയും തന്നെ പാർട്ടി അന്നും അച്ചടക്ക നടപടിക്ക് വിധേയരാക്കിയിട്ടില്ല. അതിനുശേഷം അവരുടെ തായ്വഴികളിൽ വരുന്ന ആളുകൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നേതാക്കന്മാർ ഉച്ചഭക്ഷണം കഴിക്കുക, വിശ്രമിക്കാൻ സ്ഥലം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അംഗീകരിക്കുകയാണ്. അഴിമതി നടത്തിയ നേതാക്കന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ അംഗീകരിക്കുക. ഇപ്പം ഇതേ തന്നെ ഈ വയനാട്ടിൽ തന്നെ നിങ്ങൾ നോക്കൂ, KK എബ്രഹാം എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പാർട്ടി അദ്ദേഹത്തെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞു. പക്ഷെ IC ബാലകൃഷ്ണനെതിരെ വിഷയം വന്നപ്പോൾ ഏതറ്റം വരെയും പോയി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയും വിറക് വെട്ടിയും ജീവിച്ച ഒരു മനുഷ്യൻ, അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ അഴിമതിയുടെ വിവിധ ഘട്ടങ്ങളിൽ കൃത്യമായി 2 DCC പ്രസിഡന്റുമാരും ഈ MLAയും ഉപയോഗിച്ചു. ഏകദേശം 45 ലക്ഷത്തിലധികം രൂപ നേരിട്ട് വാങ്ങിച്ചതിൻ്റെ തെളിവുകൾ വന്നു. അതിനുശേഷം അദ്ദേഹം ഞാനിതാ ആത്മഹത്യ ചെയ്യും എന്ന കുറിപ്പ് സമ്പൂർണ്ണ ലീഡർഷിപ്പിന് അദ്ദേഹം അയച്ചു. ആ അയച്ചതിന് ശേഷം അതിനകത്തൊരു വരി ഒന്ന് ചോദിക്കാൻ, എഴുതാൻ, പറയാൻ, ആശ്വസിപ്പിക്കാൻ, ഒരു ഫോൺ കോൾ വിളിക്കാൻ പോലും തയ്യാറാകാത്തൊരു നേതൃത്വം
ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഇപ്പോൾ എടുക്കുമോ? ഈ പാർട്ടിയുടെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ടാണെന്നും ഇനി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും, അന്തിമ റിപ്പോർട്ട് പിന്നീട് നൽകും എന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു വശത്ത് പോലീസ് അന്വേഷണമുണ്ടല്ലോ, കോൺഗ്രസിന്റെ ഒരു MLA തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു റിപ്പോർട്ട് നൽകുമോ? രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ MLA സംരക്ഷിക്കുക, MLAയുടെ രാജി ഒഴിവാക്കുക എന്നായിരിക്കില്ലേ അവർ പ്രാഥമികമായി പാർട്ടി ആലോചിക്കുക. ഇപ്പോൾ അപ്പുറത്ത് CPMന്റെ കാര്യത്തിലും ഇപ്പോൾ മുകേഷ് MLAയുടെ കാര്യത്തിൽ വിഷയം വന്നപ്പോൾ, ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താണ്? MLA സ്ഥാനം ഒരു ആരോപണം ഉയരുമ്പോൾ രാജിവെക്കുക എളുപ്പമാണ്, പിന്നീട് ആരോപണം ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്ന് മുക്തനാകുമ്പോൾ തിരിച്ച് MLA ആകുക എളുപ്പമല്ല. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അത്ര പ്രസക്തമല്ല, പാർട്ടി അത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ തിരിച്ച് CPM ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടി പ്രായോഗികത വെച്ച് നോക്കുമ്പോൾ ഇതിനപ്പുറം എന്ത് ചെയ്യും ശ്രീ ബാലകൃഷ്ണൻ പെരിയ? ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി പ്രവണത എന്ന് പറയുന്നത് MLA മാർക്കും MP മാർക്കും ഒരു പ്രത്യേക നിയമം, മറ്റ് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർക്ക് പ്രത്യേകിച്ചിട്ട് അവരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഗോഡ് ഫാദർമാർ ഇല്ലാത്തവരെ സംബന്ധിച്ചിട്ട് മറ്റൊരു നിയമം. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അവസരം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം എന്നെ KPCC പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിലാണ് ഞാനൊരു കൃപേഷ് ശരത്ലാൽ കേസിലെ 14ാമത്തെ പ്രതിയുടെ ഒരു മകൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞു 13 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ അനുജൻ്റെ കല്യാണത്തിലാണെന്നൊക്കെ പറഞ്ഞു. പോട്ടെ, എന്നെ പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷം നിങ്ങൾക്കറിയാം, ആ കേസിൽ അദ്ദേഹത്തെ നിരപരാധിയാണ് എന്ന് പറഞ്ഞു വിട്ടയച്ചു. സ്വാഭാവികമായും എനിക്കെതിരെയുള്ള നടപടി അവസാനിപ്പിക്കണമല്ലോ. ഞാൻ പല ആവർത്തി KPCC പ്രസിഡന്റിന് കത്ത് നൽകി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവോട് റിക്വസ്റ്റ് ചെയ്തു, കണ്ടാൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്ന മുഴുവൻ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അവരെല്ലാം ഭയപ്പെടുന്നത് ഒറ്റ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. കാരണം എന്താ? രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എൻ്റെ കയ്യിൽ ഇവരുടെ എല്ലാം ജാതകമുണ്ട്, എനിക്കെതിരെ ഒരു അച്ചടക്ക നടപടിയെടുക്കാനോ എൻ്റെ ഒരു അഭിപ്രായത്തെ എതിർക്കാനോ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. അപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് MLA മാരുടെയും MP മാരുടെയും എല്ലാം കയ്യിൽ ഇവരുടെ ജാതകമുണ്ട്. ഈ ജാതകമുള്ള കാലം വരെ ഇവരോടൊരു നീതി, സാധാരണക്കാരനോട് ഒരു നീതി. ഇതാണ് ഞാൻ പറയട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ പാർട്ടി ചെയ്യേണ്ടത് എന്താ? ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനത്തിൽ അതിനകത്ത് പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കണ്ടേ? പ്രാഥമികമായ നടപടിയെടുക്കണം, അതിനുശേഷം അന്വേഷണം പ്രഖ്യാപിക്കണം. ആ അന്വേഷണത്തിൽ നിരപരാധിയാണ് എന്ന് കണ്ടാൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അതല്ലാതെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകുക, അതിനുശേഷം ഒരു 2 പേർ മരണപ്പെട്ട കാര്യത്തിൽ വീണ്ടും ഫൈനൽ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിലല്ലാതെ വേറെ എവിടെയെങ്കിലും സംഭവിക്കുമോ? ആ രീതിയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിക്കകത്ത് ആളില്ലാത്ത രീതി വന്നിരിക്കുന്നു. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ശരി, പി ഗഗാറിൻ, ശ്രീ ഗഗാറിൻ, ഇപ്പോൾ CPM ഈ വിഷയം തുടക്കം മുതൽ ഏറ്റെടുത്തതാണ്. ഈ വിഷയത്തിൽ MLA രാജിവെക്കണമെന്ന ആവശ്യവുമായി അവിടെ പ്രതിഷേധ പരിപാടികൾ തന്നെ നടത്തിയതാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി. ഈ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലൊരു നേതാക്കളുടെയും പേരില്ലാത്തതിനെ CPIM എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിൽ കോൺഗ്രസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഇക്കാര്യത്തിൽ നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഒരു MP ഉണ്ടല്ലോ ദേശീയ തലത്തിൽ. ഇവിടെ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി MP ആയപ്പോൾ ആനയുടെ ആക്രമണത്തിൽ ആൾ മരണപ്പെട്ടപ്പോൾ AICCയുടെ ഒരു നീണ്ട നിര തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വന്നല്ലോ. അന്ന് പ്രിയങ്ക ഗാന്ധി MP അല്ല, അവരും ഉണ്ടായിരുന്നു. ഈ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ AICCക്കോ തങ്ങളുടെ പാർട്ടിയുടെ ഒരു ജില്ലാ ട്രഷറർ സ്വന്തം മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിൽ എത്തിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന് KPCC പ്രസിഡന്റിന് കത്തെഴുതിയിട്ട് ഇന്ന് വരെ ആ കുടുംബത്തിലേക്ക് AICCയുടെ ഏതെങ്കിലും ഒരു നേതാവ് വന്നു നോക്കിയോ? മാത്രമല്ല ഒരഭിപ്രായം പറഞ്ഞോ? അപ്പോൾ ആ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മൾ നോക്കണ്ടല്ലോ.
എഴുതി വെച്ച കത്ത്, മരണപ്പെട്ടയാൾ കോൺഗ്രസ്സിന് അരനൂറ്റാണ്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എഴുതി വെച്ച കത്തിൽ കൃത്യമായി എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടും. അത് കേരളത്തിലും ഇന്ത്യയിലുള്ള ഈ നീതി വ്യവസ്ഥയെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാണ്. കാരണം ഒരു കത്തും എഴുതി വെക്കാത്ത വിഷയത്തിൽ ദിവ്യക്ക് ജാമ്യം കിട്ടിയില്ല, ജയിലിൽ കിടന്നു. ഒരു കത്തും എഴുതി വെക്കാത്ത വെറ്റിനറി കോളേജിലെ ആത്മഹത്യയിൽ വിദ്യാർത്ഥികൾ 85 ദിവസം ജയിലിൽ കിടന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. മരണപ്പെട്ട ആള് വളരെ കൃത്യമായി ആത്മഹത്യ ചെയ്താൽ ഇവിടെ കത്തെഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം ഇവർക്കാണെന്ന് വ്യക്തമാക്കുന്ന കത്തെഴുതി വെച്ചിട്ട് കോൺഗ്രസ് നേതൃത്വം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികരിച്ചത്? KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ആ കുടുംബത്തെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചല്ലോ KPCC പ്രസിഡന്റ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് KPCC പ്രസിഡന്റ് അവരുടെ വീട്ടിൽ പോയത്? അപ്പോൾ ആ കുടുംബത്തെ കോൺഗ്രസ് സംരക്ഷിക്കുമല്ലേ എന്നുള്ളതല്ല പ്രശ്നം. കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അതിൻ്റെ ജീർണിച്ച അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വയനാട് ജില്ലയിൽ എത്ര ബാങ്കുകളിൽ ഇതുപോലെ പണം വാങ്ങി കോൺഗ്രസ് നേതൃത്വം എത്ര ബാങ്കിൽ പണം വാങ്ങി? വയനാട്ടിൽ കാശ് വാങ്ങി നിയമനം നടത്തിയത് ഇവർ മാത്രമാണ്. LDF ഭരിക്കുന്ന CPM ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ വയനാട്ടിൽ നിയമനം നടത്താൻ കോഴ വാങ്ങിയെന്ന് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയും? അതുപോലെ പറയാൻ പറ്റുമോ? അപ്പം ഒരു ബാങ്കല്ല, എത്ര ബാങ്കിൽ അങ്ങനെ നടത്തിയതിൽ 3 പേരാണ് ഇപ്പോൾ പ്രതിയായി വന്നിട്ടുള്ളത്. 3 പേര്. ഇനിയും ആള് കാശ് വാങ്ങിയവർ ഇനിയും വരണ്ടേ പുറത്ത്, അന്വേഷണത്തിൽ വരുമായിരിക്കാം. 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. ആ 3 പേർക്കാണ് ജാമ്യം കൊടുത്തത്. ഇവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമായി പരിശോധിച്ചാൽ അറിയാം. ഇവർ തന്നെ ഈ മുമ്പ് KPCC അന്വേഷണം നടത്തിയിട്ട് ചില നടപടികൾ KPCC സ്വീകരിച്ചിരുന്നു ചില ആളുകളുടെ പേരിൽ. ആ നടപടികൾ സ്വീകരിച്ച കാലത്ത് കാശ് വാങ്ങി വീതം വെച്ചവരുടെ യോഗം DCC വിളിച്ചിട്ടുണ്ട്. വസ്തുതാപരമായി അന്വേഷിച്ച് അതിൻ്റെ തെളിവ് കിട്ടും. ആ DCC വിളിച്ച യോഗത്തിൽ ഈ IC ബാലകൃഷ്ണൻ MLA പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ഞാൻ ആരോടും നേരിട്ട് കാശ് വാങ്ങിയിട്ടില്ല, വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ യോഗത്തിൽ ഇറങ്ങിപ്പോയി എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാരും പറഞ്ഞല്ല, കോൺഗ്രസ്സുകാർ. നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ്സിന് മണ്ഡലം കമ്മിറ്റി യോഗം വിളിക്കുക, ബ്ലോക്ക് കമ്മിറ്റി യോഗം വിളിക്കുക, ബൂത്ത് കമ്മിറ്റി യോഗം വിളിക്കുക, DCC KPCC യോഗം വിളിക്കുക, കാശ് വാങ്ങിയവരുടെ കൂട്ടായ്മ വിളിച്ചു ചേർത്ത ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? കാശ് വാങ്ങിയിട്ട് നിയമനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ, ആളുകൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ ആ കാശിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒരു പാർട്ടി യോഗം വിളിച്ചു, കാശ് വാങ്ങിയവരുടെ യോഗം. ഇതെല്ലാം വയനാട്ടിൽ നടന്നതാണ്. എന്നിട്ടും അവർക്ക് യാതൊരു ജാള്യതയില്ല എന്നുള്ളതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു തവണ അന്വേഷണ സമിതി ഉണ്ടാക്കി, അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം 3 പേർക്കെതിരെ നടപടിയെടുത്തു അല്ലേ? ഈ ഗോപിനാഥിനെയും സണ്ണി ജോർജിനെയും PV ബാലചന്ദ്രൻ അല്ലേ? PV ബാലചന്ദ്രന്റെ കാര്യത്തിലും നടപടിയെടുക്കുകയാണല്ലേ ചെയ്തത്. പക്ഷെ പിന്നീട് PV ബാലചന്ദ്രൻ എങ്ങനെയാണ് CPM-മായി സഹകരിച്ചത്? എങ്ങനെയാണ്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. PV ബാലചന്ദ്രനെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ അന്ന് നടപടിയെടുത്ത് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. അതെന്താ അറിയാത്തത്? ആ 3 പേർക്കെതിരെ ഒരുമിച്ചല്ലേ ഉണ്ടായത്? അതെങ്ങനെയാ ബാലചന്ദ്രൻ CPM-മായി പിന്നീട് സഹകരിക്കുക? എന്ത് ആരോപണത്തിന്റെ പേരിലാണ് അദ്ദേഹം പുറത്താക്കപ്പെട്ടതെന്ന് CPM പരിശോധിച്ചില്ലേ? അല്ല, CPM-മായി അദ്ദേഹം സഹകരിച്ചതിന് ശേഷം, അദ്ദേഹത്തിന് CPM-ന്റെ വന്നതിന് ശേഷം അയാൾ ഇതുപോലത്തെ ഒരു നടപടിക്കും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയല്ലേ, അതിന് മുൻപ് ആ നടപടിക്ക് വിധേയനായതാണ്. പാർട്ടി തന്നെ കൂട്ടായി അല്ലല്ല VP രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ അന്വേഷണ സമിതി അല്ലേ? ആ അന്വേഷണ സമിതി അന്വേഷണം നടത്തിയ ശേഷം ഗോപിനാഥിനെയും സണ്ണി ജോർജിനെയും PV ബാലചന്ദ്രനെയും നടപടി ആവശ്യപ്പെട്ടു. ഇവരെ സസ്പെൻഡും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ അന്വേഷണ സമിതി എന്താ തീരുമാനിച്ചത്? കോൺഗ്രസ്സുകാർക്കല്ലേ നന്നായിട്ട് അറിയാം, എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അതെന്ത് വർത്തമാനാണ്? എനിക്ക് കറക്റ്റ് അറിയില്ല. അല്ലല്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ CPM-ലേക്ക് എടുക്കുമ്പോൾ അതേ വിഷയത്തിൽ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ അല്ല ഞങ്ങളെ ഒരു പ്രതിരോധവും ആക്കൂല. അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ തന്നെ പത്രസമ്മേളനം നടത്തി കൃത്യമായി പറഞ്ഞു. അല്ല, ആ ഡോക്ടർ വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അഴിമതിയിൽ ഒരു കാശും വാങ്ങാത്ത എന്റെ പേരിൽ നടപടിയെടുത്തു. എന്തുകൊണ്ട് നടപടിയെടുത്തു? അല്ല, കെ പി തോമസ് അല്ല, അതിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറാണ് അയാളെ പേരിലാണ് നടപടിയെടുത്തത്. ആദ്യം അയാൾ കൃത്യമായി പറഞ്ഞു, ഞാൻ ഇവർ കാശ് വാങ്ങിയ ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഞാൻ സന്നദ്ധത കാണിക്കാത്തത് കൊണ്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ എന്റെ പേരിൽ നടപടിയെടുത്തതെന്ന് അയാൾ പറഞ്ഞത്. അയാൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, കെ പി തോമസ് അല്ല, അദ്ദേഹത്തിന്റെ പേരിലല്ല ഇവർ നടപടിയെടുത്തത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഡോക്ടർ സണ്ണിയാണ്. പറയട്ടെ. അങ്ങനെയല്ലാതെ ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന അയാളായിരുന്നു ഇവരുടെ ചെയർമാൻ. ശരി, അദ്ദേഹം കൃത്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവര് കാശ് വാങ്ങിയതിൽ. ശ്രീ ഗഗാറിൻ, ഒന്ന് കേൾക്കാം. അല്ല, അതായത് താങ്കൾ മനസ്സിലാക്കേണ്ടത് സണ്ണി പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് എടുത്തു. സണ്ണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കും. സണ്ണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കെ പി തോമസിനെയാണ് അവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. എന്നിട്ട് 8 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ നേരത്തെ 22 പോസ്റ്റുകൾ ഉണ്ടല്ലോ, കൊടുക്കാൻ പറ്റാതിരുന്ന 22 പോസ്റ്റ്, അതിൽ കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 8 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന കെ പി തോമസ്, അദ്ദേഹം സത്യസന്ധനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരീക്ഷ നടത്തിയിട്ടേ പറ്റൂ, ആളുകളെ കയറ്റാൻ പറ്റൂ എന്ന്. അപ്പോൾ എന്തു ചെയ്തു? കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസിന്റെ ഭരണസമിതി തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന കെ പി തോമസിനെ ഒഴിവാക്കി. എന്നിട്ട് ആരെ കൊണ്ടുവന്നു? ഡോക്ടർ സണ്ണി ജോർജിനെ പ്രസിഡന്റാക്കി. അപ്പോൾ ഡോക്ടർ സണ്ണി ജോർജ് ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് IC ബാലകൃഷ്ണൻ ലിസ്റ്റ് കൊടുത്തു, ടിക്ക് ചെയ്ത് ലിസ്റ്റ് കൊടുത്തു. അത് പക്ഷേ ഈ പറഞ്ഞ ഡോക്ടർ സണ്ണി ജോർജ് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ മരിച്ചുപോയ, ഇപ്പോൾ CPM അടുത്തു എന്ന് പറയുന്ന മുൻ DCC പ്രസിഡന്റ് PV ബാലേന്ദ്രൻ്റെ സഹായം തേടി. എന്നിട്ട് IC പറയും പോലെ വേണ്ട, ആദ്യ റാങ്ക് ലിസ്റ്റിലെ 7 പേരെ നിയമിക്കാമെന്ന് തീരുമാനമാകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായി നിയമിക്കുകയാണെന്ന്. അങ്ങനെയല്ല. ആ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 7 പേർക്ക് നിയമനം കൊടുക്കുന്നു. പക്ഷേ അവരുടെ അടുത്തുനിന്ന് ഈ പറയുന്ന, താങ്കൾ പറയുന്ന സത്യസന്ധനായ ഡോക്ടർ സണ്ണി ജോർജും ഈ പറയുന്ന PV ബാലേന്ദ്രനും പണം വാങ്ങി. അതും 10 ലക്ഷത്തിന് മുകളിലാണ്. എന്നിട്ട് നിയമനം കൊടുത്തു. പക്ഷേ ബാങ്കിലേക്ക് പോയപ്പോൾ ആ കേസും പൊളിഞ്ഞു, അല്ലെങ്കിൽ കോടതിയിലേക്ക് പോയപ്പോൾ അതും പൊളിഞ്ഞു. ആ നിയമനവും പൊളിയുകയാണ് ഉണ്ടായത്. അപ്പോൾ താങ്കൾ പറഞ്ഞ സത്യസന്ധനായ ഈ പറയുന്ന ഡോക്ടർ സണ്ണി ജോർജിന്റെ പേരിലും ഈ ആരോപണമുണ്ട്. PV ബാലേന്ദ്രന്റെ പേരിലും ആരോപണമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ PV ബാലേന്ദ്രൻ ഈ ആരോപണ ശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ PV ബാലേന്ദ്രനും സണ്ണി ജോർജിനെതിരെ എന്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുത്തത്? പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിന്നില്ല, പക്ഷെ അവരും വാങ്ങിയിട്ടുണ്ട് അവരുടെ സ്വന്തം നിലയ്ക്ക്. അപ്പോൾ അതിലൊരാളെയാണ് നിങ്ങൾ സഹകരിപ്പിച്ചത്. അപ്പോൾ അതിലെന്തെങ്കിലും ന്യായീകരണമുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അല്ലല്ല, ഞങ്ങളെ ഒരാളെയും അയാളെ ഈ ഇത്തരത്തിലുള്ളൊരു കേസിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അയാളെ സംരക്ഷിക്കാൻ ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അയാൾ കോൺഗ്രസിൽ നിന്നപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പറയാനാണ് ഞങ്ങൾ തയ്യാറായത്. ഈ കാര്യങ്ങൾ അന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാൾ പോലും പരാതി കൊടുക്കാൻ, ഞങ്ങൾ വലിയ ശ്രമം നടത്തിയാണ്, പരാതി കൊടുക്കാൻ ഒരാൾ പോലും സന്നദ്ധത കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ഞങ്ങൾക്കത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഈ കാശ് കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് കാശ് കൊടുത്തത്. ആ കാശ് കൊടുത്ത ആളുകൾ ആരും പരാതിയുമായി മുന്നോട്ട് വരാൻ സന്നദ്ധത കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു പോയത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സണ്ണി ഈ കാര്യത്തിൽ എത്രമാത്രം സത്യസന്ധനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സണ്ണി പത്രസമ്മേളനം നടത്തി, ഡോക്ടർ സണ്ണി പത്രസമ്മേളനം നടത്തി ഈ സംഭവം വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സണ്ണി ഇതിൽ പ്രതിയാണെങ്കിൽ, കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയെങ്കിൽ അയാൾ പ്രതിയാവുന്നതിനോട് ഞങ്ങൾക്കൊരു യോജിപ്പില്ല. ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗോപിനാഥ മാഷ് ഇന്നലെ ഒരു പത്രക്കാരോടൊരു കാര്യം പറഞ്ഞു. ഗോപിനാഥ മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ, കോൺഗ്രസ് നേതാക്കളെല്ലാം പാർട്ടി നേതൃത്വത്തിലേക്ക് വന്ന് സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് വയനാട്ടിൽ നടത്തിയിട്ടുള്ളത്
ഞങ്ങൾ അതിന് ഇന്നലെ തന്നെ ഞങ്ങൾ ബത്തേരിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഗോപിനാഥ മാഷ് അറിയാതെ ഇതിലൊരു അഴിമതി നടന്നിട്ടില്ല. ബത്തേരി സർവീസ് സഹകരണ ബാങ്കിലായാലും അർബൻ ബാങ്കിലായാലും കാർഷിക വികസന ബാങ്കിലായാലും ഈ അഴിമതികളിലെല്ലാം, ഈ കോഴ വാങ്ങുന്നതിലെല്ലാം എങ്ങനെ വാങ്ങണമെന്നും എത്ര പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും കൃത്യമായിട്ട് അറിയുന്ന അതിന്റെ മാസ്റ്റർ ബിരുദം എടുത്ത ആളാണ് ഗോപിനാഥ മാഷ്. ആ ഗോപിനാഥ മാഷ് എന്നല്ല പറയുന്നത്, കോൺഗ്രസ് നേതാക്കളെല്ലാം ഇങ്ങനെ അഴിമതി നടത്തി സ്വന്തം അല്ല ഞാൻ പറയുന്നത് ഇല്ല അല്ലല്ല, ഞങ്ങൾക്ക് ഗോപിനാഥ മാഷായാലും ഐ സി ബാലകൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സിൽ അയാളൊരു ജനപ്രതിനിധിയല്ലേ? പ്രോട്ടോക്കോൾ അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അയാളുടെ സ്ഥാനം എത്ര ഉയർന്നതാണ്? കോൺഗ്രസിനകത്ത് ഇത്രയും ജീർണിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ എതിർക്കേണ്ട ഒരാൾ അതിൻ്റെ കൂടെ നടന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതല്ലേ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിന് പകരം നമ്മൾ മറ്റു പലതുമായി കണക്ട് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനല്ലേ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീ എ സജീവനിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അല്ല അദ്ദേഹത്തിന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കോടതി ജാമ്യം കൊടുക്കുന്ന രീതിയൊക്കെ എന്താണ്? സജീവൻ, സാധാരണഗതിയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ആരാണോ ഭരിക്കുന്നവർ അവരുടെ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ CPM ആയാലും അവരുടെ സഖാക്കൾക്ക് ജോലി നൽകും. പക്ഷേ സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി നൽകുമ്പോൾ അവരിൽ നിന്ന് കോഴ വാങ്ങുന്ന രീതി കോൺഗ്രസിനല്ലാതെ മറ്റു പാർട്ടിക്കുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതാണ്. സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാം, ഏത് സഹകരണ സ്ഥാപനങ്ങളിലും എതിർ പാർട്ടിക്കാരെ ജീവനക്കാരായിട്ട് വെക്കാറില്ല. ആ പാർട്ടിക്കാർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് വെക്കുക. അതൊരു എത്രയോ കാലമായിട്ട് കീഴ്വഴക്കമായി നടക്കുന്നതാണ്. പക്ഷേ അതിന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടി ഗഗാറിൻ ചോദിച്ച പോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, വയനാട്ടിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എവിടെയെങ്കിലും ഈ നിയമനം കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങിയതായിട്ട് അറിയാമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. തങ്ങളുടെ നെപ്പോട്ടിസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായേക്കാം. പക്ഷെ ആ നെപ്പോട്ടിസം കൈക്കൂലിയുടെ അടിസ്ഥാനത്തിലാണ്, കൈക്കൂലിയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് വരുമ്പോഴാണ് അത് ഭീകരമായിട്ട് മാറുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള വിജയൻ്റെയും മകൻ്റെയും കൊലപാതക തുല്യമായ മരണത്തിന് കാരണമായിട്ടുള്ള ഈ സംഭവം ഈ ഒരു കാര്യമാണ്. ലക്ഷങ്ങൾ പല ആളുകളിൽ നിന്നും, പല കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും, കോൺഗ്രസ് കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അത് വളരെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ട, അത് നടപടിയെടുക്കേണ്ട കാര്യം അതായിരുന്നു. ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ ഇവിടെ വസ്തുതാന്വേഷണമാണ് നടത്തിയത്, തിരുവഞ്ചൂർ സംഘം എന്ന് പറഞ്ഞു. തിരുവഞ്ചൂർ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആർക്കൊക്കെ എന്തൊക്കെയോ തെറ്റുപറ്റിയെന്നൊക്കെയാണ് അവർ പറഞ്ഞുള്ളത്. ആർക്കൊക്കെ എന്തൊക്കെ തെറ്റുപറ്റിയെന്നില്ല. വസ്തുത അറിയേണ്ട രണ്ട് വസ്തുതകൾ: ഒന്ന്, NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിന് കാരണമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ പങ്ക് എന്താണ് എന്നാണ്. പോലീസ് വേറെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അവരിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അവരുടെ ആരുടെയെങ്കിലും നടപടിയുടെ ഭാഗമായിട്ടാണോ വിജയൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കാശ് വാങ്ങിയ കാര്യം. കാശ് ആര് വാങ്ങി? ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളിൽ കാശ് വാങ്ങിയതിൽ ഒരു തെളിവുമില്ല. ആർക്കൊക്കെയോ തെറ്റുപറ്റി എന്നുള്ളതല്ലാതെ സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് കാശ് വാങ്ങിയെന്ന് കണ്ടെത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഈ പാർട്ടി നേതാക്കന്മാർ കാശ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ അടുത്ത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ കാശ് പിന്നീട് എവിടേക്ക് പോയി എന്നുള്ള കൂടി അറിയാം. ഇപ്പോൾ ഇവിടെയാണ് കാശ് വാങ്ങുന്നതിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ NM വിജയനാണ്. അങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് വിജയൻ തന്നെ താൻ തൻ്റെ മരണത്തിന് ശേഷം ഈ നേതാക്കന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ഇന്ന ആളുകൾക്ക് വേണ്ടി വാങ്ങിയതാണെന്നുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ വസ്തുതാന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതായിരുന്നു. കാരണം ആ കത്തിലും മറ്റിക്കാര്യം നേരത്തെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പങ്ക്, ഇത്തരം ഈ വിജയൻ്റെ കത്ത് കിട്ടിയത് അത് അംഗീകരിച്ചുകൊണ്ട് അത് നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അത് കിട്ടിയിട്ടും അത് പുറത്തു പറഞ്ഞു എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടേ. ഈ കത്ത് കിട്ടിയിട്ടില്ല,
എൻ്റെ വീട്ടിൽ പിന്നീട് എപ്പോഴും കത്ത് വന്നു എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞു എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അത് കളവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു, അദ്ദേഹത്തിന് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ഞാൻ വായിച്ചു കൊടുത്തു എന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മകൻ പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ ശ്രീ എസ് സജീവൻ ഇപ്പോൾ അവസാനം വീണ്ടും KPCC പ്രസിഡന്റ് അവിടെ നേരിട്ടെത്തി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു ഉറപ്പ് ആ കുടുംബത്തിന് കൊടുത്തിരിക്കുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ കടബാധ്യത ഏറ്റെടുത്ത് പാർട്ടി ആ കടങ്ങൾ മുഴുവൻ വീട്ടും. ആ കാര്യമാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് വീട്ടുമോ എന്ന്. അപ്പോൾ അത് വീട്ടിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഒരു എതിർ ശബ്ദം അവിടെ നിന്ന് വരാം. അതല്ലാതെ ഇനി ആ കുടുംബം എന്തായാലും പാർട്ടിക്കൊപ്പം നിൽക്കും. കാരണം വിജയൻ ആണെങ്കിലും മരിക്കുന്ന ഘട്ടത്തിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ഈ കത്ത് പുറത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞ അത്രത്തോളം പാർട്ടിയോടടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി തന്നെ മരിച്ച നേതാവാണല്ലോ. തീർച്ചയായിട്ടും ഇതിൽ സ്മൃതി പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് പോയിട്ട് കാശ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് നിങ്ങൾ ഇത്രയും കാശ് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ്. അത്രയും ഹൂങ്കോട് കൂടിയിട്ടാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? മരിച്ച വെറും മരണമല്ലല്ലോ, ആ കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള ആത്മഹത്യയും വേണമെങ്കിൽ ഒരു കൊലപാതകം എന്ന് പറയാം. അങ്ങനെ നടന്ന സംഭവത്തിൽ ഈ കാശ് കൊടുത്തിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിൽ പറയുന്നു. ആ സത്യത്തിൽ എന്താ പറയുക വെച്ചാൽ കാശ് കൊടുത്തിട്ട് തെളിവ് നശിപ്പിക്കുക എന്ന് പറയില്ലേ, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ്. ഈ കുടുംബത്തിൻ്റെ വായടപ്പിക്കുന്നു. നിങ്ങൾക്ക് എത്ര ലക്ഷം, എത്ര കോടി, എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇതേ കാര്യം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സംഘം പോയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് ഈ സംഘം പറഞ്ഞിട്ടാണ് വസ്തുതാന്വേഷണം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ഇതിൽ ഈ പാർട്ടി കോൺഗ്രസിനെ നമ്മൾ കുറ്റപ്പെടുന്നില്ലല്ലോ. കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ അതാരായാലും ഈ IC ബാലകൃഷ്ണനാണോ വേറെ ആരെങ്കിലാണോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമായ കാര്യമല്ല. ആരായാലും ഈ വിജയൻ്റെ മരണത്തിന് കാരണമായ രീതിയിൽ ഉള്ള അദ്ദേഹം കത്തെഴുതി വെച്ചതിന് കാരണമായ ഒരു കാശ് വാങ്ങിയിട്ടുണ്ട്. അത് കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് അന്വേഷിച്ചറിയുന്നതിന് പകരം കാശ് കൊടുത്ത് തെളിവ് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നാണക്കേടാണെന്നാണ് ഞാൻ പറയുക. ശ്രീകുമാർ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാതെ പിന്നെ എന്ത് നീതിയാണ്? നോക്കൂ സ്മൃതി, ഞാനത് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് നമ്മൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലേക്ക് പോയത്. ഒരാഴ്ച കൊണ്ട് വസ്തുതകൾ അന്വേഷിച്ച് KPCCയുടെ ഒരു സബ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് KPCCക്ക് കൊടുത്തു. ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തു. കാത്തിരിക്കുക എന്ത് നടപടിയാണെന്നുള്ള അറിയാം. രേഖകൾ പരിശോധിച്ചു. കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അടിവരയിട്ട് ഞാൻ പറയുകയാണ്. ആ രേഖകൾ എന്താണെന്നുള്ളത് ഈ ചർച്ചകൾ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. മറ്റൊരു കാര്യം, ഈ CPMൻ്റെ നേതൃത്വത്തിന് രാഷ്ട്രീയ മറവി വല്ലാതെ ഉണ്ട്. അതൊന്ന് ഞാൻ ഓർമ്മിപ്പിച്ചോളാം ശ്രീ ഗഗാറിനെ. ഇടുക്കി കട്ടപ്പനയിൽ ഒരു CPM പ്രവർത്തകൻ ലോണുമായി ബന്ധപ്പെട്ട ആത്മഹത്യ ചെയ്തില്ലേ? ഒരു അന്വേഷണ കമ്മീഷനെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയില്ലല്ലോ, ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയില്ലല്ലോ. ആ കുടുംബത്തെ അവമാനിക്കുകയല്ലേ അവിടെയുള്ള CPM നേതാവ് ചെയ്തത്. അത് മാത്രമേ അവിടെ സൂചിപ്പിക്കാം. പിന്നെ ഗഗാറിൻ്റെ നാട്ടിലെ ബ്രഹ്മഗിരി, അവിടെ നിക്ഷേപകർ എത്രയുണ്ട് ശ്രീ ഗഗാറിൻ? ആ നിക്ഷേപകർ ഇന്നത്തെ അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കരുവന്നൂര് ഏതെങ്കിലും ഒരു CPM നേതാവ് ആ വീട്ടിൽ പോയോ? അതിനുള്ള ധൈര്യമുണ്ടായോ? എത്ര പേരോട് ആത്മഹത്യ ചെയ്തു? ഒരാളുടെ വീട്ടിൽ അവിടുത്തെ MLA പോയില്ല, മുഖ്യമന്ത്രി പോയില്ല, പാർട്ടി സെക്രട്ടറി പോയില്ല, ഒരാൾ പോലും പോയില്ല. ഇവിടെ ആരാ പോയത് ശ്രീ ഗഗാറിൻ? KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, 4 കോൺഗ്രസ് നേതാക്കൾ ഇല്ലേ? പോയില്ലേ? അതെന്തുകൊണ്ടാണ് പോയത്? ശ്രീ സജീവൻ ഇവിടെ ആലോചിച്ചിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തെളിവ് നശിപ്പിക്കാൻ കാശ് കൊടുക്കാനല്ല സജീവ. ആ കുടുംബത്തെ ഞാൻ അപമാനിക്കാനില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാനാണ് പോയത്. അവരാണ് പറഞ്ഞത് ഞങ്ങളെ പിതാവിൻ്റെ വാത്സല്യത്തോട് കോൺഗ്രസ് നേതാക്കൾ പെരുമാറിയെന്ന്. ഇനി അഥവാ അവരുടെ ബാധ്യത ഏറ്റെടുക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അവർക്ക് ബാധ്യത ഏറ്റെടുക്കണ്ടേ? അപ്പം അവരുടെ ബാധ്യത ഏറ്റെടുത്ത് അവരുടെ പണം കൊടുത്താൽ അത് കാശ് കൊടുത്ത് തെളിവ് നശിപ്പിക്കലാവുമോ? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഏതെങ്കിലും CPM പ്രാഥമികമായി തന്നെ പുറത്തേക്ക് വന്ന പേരുകൾ എവിടെയും സൂചിപ്പിക്കാതെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് പാർട്ടി തയ്യാറാക്കുക? അപ്പോൾ അതിൽ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് ശ്രീ N ശ്രീകുമാർ? നോക്കൂ, രേഖകൾ ഞാൻ പറഞ്ഞ സ്മൃതി മറക്കരുത്. അവിടുത്തെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇന്നലെയോ മിനിഞ്ഞാന്നോ കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തിട്ട് KPCC അത് ചർച്ച ചെയ്തിട്ട് അതിൽ നടപടി വരുന്നത് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെ ശ്രീ പെരിയാർ ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, കാണിക്കുന്ന ഒരു അലംഭാവമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ പ്രതികരിച്ചേയില്ല. പ്രതികരിച്ചത് ഏത് ഘട്ടത്തിലാണ്?
ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുവരെ മൗനത്തിലായിരുന്നു, ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു എന്ന സത്യമുണ്ടല്ലോ. സ്മൃതി, ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനൊരു വീഴ്ച വന്നതുകൊണ്ട് KPCCയെ യഥാസമയം അറിയിച്ചില്ലെന്നൊരു വാചകം ഞാൻ പറഞ്ഞു. അത് KPCC പ്രസിഡന്റ് പിന്നീട് അത് ശരിവെച്ചത് ഞാൻ പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് തന്നെ സബ് കമ്മിറ്റി ഉണ്ടാക്കി പ്രമുഖ നേതാക്കളാണ് പോയത്. അച്ചടക്ക സമിതി ചെയർമാൻ, വർക്കിംഗ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ്, അതുപോലെ മറ്റ് KPCC ഭാരവാഹികളൊക്കെയാണ് പോയത്. അവർ പോയിട്ട് അന്വേഷിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ട. CPM നേതാവ് ശ്രീ ഗഗാറിനോട് പറയുന്നത് അവരൊക്കെ വളരെ സത്യസന്ധരായി. അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ശ്രീ ഗഗാറിന് തന്നതിന് നന്ദിയുണ്ട്. അത് ഇടുക്കിയിലത്തെ മാത്രമേ എടുക്കൂ. എന്ത് റിപ്പോർട്ട് കൊടുത്തു നിങ്ങൾ? അവിടെ ഏതെങ്കിലും റിപ്പോർട്ട് കൊടുത്തോ? കരുവന്നൂർ നിങ്ങൾ അന്വേഷിച്ചോ? G. സുധാകരൻ എന്താ പറഞ്ഞ? CPM നേതാവ്, പാർട്ടിക്ക് ഇക്കാര്യം പ്രവർത്തകരെയോ നേതാക്കളെയോ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല കരുവന്നൂർ വിഷയം എന്ന് G. സുധാകരൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞു. അതിനുശേഷം നവകേരള സദസ്സ് നടത്തിയില്ലേ മുഖ്യമന്ത്രി? ആ കരുവന്നൂർ വിഷയം ചർച്ചയ്ക്ക് എടുത്തോ ആ ഏതെങ്കിലും സദസ്സിൽ? എന്താ എടുക്കാഞ്ഞേ? അപ്പം സ്മൃതി നേരത്തെ ചോദിച്ചു സജീവനോട്, കൈക്കൂലി വാങ്ങിച്ച് സജീവ നിയമിക്കുന്നത് ശരിയാണോ? തെറ്റാണ്, കോൺഗ്രസും ചെയ്യുന്നത് അങ്ങനെ പാടില്ല. അതുകൊണ്ടാണ് അന്വേഷണം നടത്തിയത്, വസ്തുതാപരമായ അന്വേഷണം നടത്തിയത്. അപ്പോൾ 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്താലോ എന്ന് ചോദിക്കുന്ന സ്മൃതി, 5 കോടിയുടെ നിക്ഷേപം തട്ടിയെടുത്താൽ അതിനെന്താ പറയാത്തേ? അതും കൂടെ പറ സ്മൃതി, എന്നാലല്ലേ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ KPCCയുടെ ഈ പെട്ടെന്നുള്ള തീരുമാനം അത് നിങ്ങൾ അംഗീകരിക്കണം. ആദ്യം തന്നെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ചേർത്ത് പിടിക്കാന്ന്. ആ കുടുംബത്തോടൊപ്പം KPCC ഉണ്ട്, ആ കുടുംബം KPCCക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് CPMന് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നടക്കാതെ പോയി. അപ്പോൾ നടക്കാതെ പോയപ്പോൾ എന്താണ്? പാർട്ടി ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പറയുന്നു. പാർട്ടി നേതാക്കൾ ആ വീട്ടിൽ പോകുന്നു, ഉറപ്പുകൾ നൽകുന്നു, കേസ് അന്വേഷണം മറ്റു വഴിക്ക് പോകുന്നുണ്ട്. ഇതല്ലേ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഇങ്ങനെ ഈ കാര്യത്തിലും കോൺഗ്രസിന്റെ കാര്യത്തിലും അങ്ങനെ ആയിക്കൂടെ? നിങ്ങൾ വീട്ടിൽ പോകുന്നു, ഉറപ്പുകൾ നൽകുന്നു, കുടുംബത്തെ വിശ്വാസത്തിലെടുക്കുന്നു, അവർ പുറത്ത് പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും അതല്ലേ സംഭവിച്ചത്? പിന്നീട് നവീൻ ബാബുവിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? വിധിക്കെതിരെ അപ്പീൽ പോകുന്നല്ല പറഞ്ഞേ. നവീൻ കുടുംബം എന്താ പറഞ്ഞ? ആ കുടുംബത്തിൽ CPM നേതാക്കളുണ്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത് CPMനെ കുറിച്ച്? കണ്ണൂർ CPM രണ്ടായില്ലേ സ്മൃതി? അത് മറന്നുപോയോ? അതൊക്കെ ആദ്യ ഘട്ടമല്ലേ, പിന്നീട് ഈ അവസാനിച്ചത് താങ്കൾക്കും അറിയാമല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ അവിടുത്തെ ആ വീടുമായി ബന്ധപ്പെട്ട CPM നേതാവിനെതിരെ വിമർശനം ഉയർന്നത് പത്രത്തിൽ വന്നു. എനിക്കറിയില്ല ഉണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുകളയാണ്. അത് പാർട്ടിക്കുള്ളിൽ നടന്നത് എനിക്കറിയില്ല. പക്ഷേ ആ കുടുംബത്തിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിരുന്നില്ലേ? അവർക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തിയായിരുന്നവർ. ആരാ അന്വേഷണം നടത്തിയത്? പിണറായി ഗവൺമെൻറ്. ആ കുടുംബം എന്താ? CPM കുടുംബം. ഇതൊക്കെ ഇപ്പോൾ വാർത്തകൾ വന്നതല്ലേ? ADMന്റെ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കുക, അപ്പുറത്ത് കണ്ണൂരിലെ CPMന്റെ ആ ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള നേതാവിൻ്റെ ഒപ്പം നിൽക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ജയിലിലൊക്കെ പോവുക, അവരുടെ ഒപ്പമാണ് പാർട്ടി എന്ന് പറയുക, ഇപ്പുറത്ത് ഞങ്ങൾ ഇവിടെ ഒപ്പം എന്ന് പറയുക. ആ നയം എന്തായാലും കോൺഗ്രസ് സ്വീകരിക്കില്ല. കോൺഗ്രസ് അവിടെ പോയിട്ട് അവരെ കണ്ട് സംസാരിച്ച് ആ കുടുംബമാണ് പറഞ്ഞത്. KPCC നേതാക്കൾ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട. ആ കുടുംബം KPCC പ്രസിഡന്റ് വീട്ടിൽ കയറി ഇരുന്നല്ലോ. ആരെങ്കിലും അദ്ദേഹത്തോടെ എന്തെങ്കിലും അപമര്യാദയെ പെരുമാറിയോ? ആ കുടുംബത്തിൻ്റെ അതാ പറഞ്ഞ ആ കുടുംബം പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞങ്ങളെ വാത്സല്യത്തോടെ പെരുമാറിയതൊരു കുടുംബം പറഞ്ഞാൽ അതിനും വലിയ നിയമമൊന്നും ഈ നാട്ടിലില്ല. ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഞാൻ ഈ കട്ടപ്പന പറഞ്ഞ അതുകൊണ്ടാണ്. എവിടെ എത്തി കട്ടപ്പന? ഒരു കമ്മിറ്റി വെക്കാൻ എന്തുകൊണ്ടാണ് CPMന് കഴിയാതിരുന്നത്? ശ്രീ ഗഗാറിൻ, താങ്കൾക്ക് മറുപടി നൽകാം. കരുവന്നൂരിലെ കാര്യം ആവർത്തിക്കുന്നുണ്ട് N. ശ്രീകുമാർ. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ഒരു പാർട്ടി പ്രവർത്തന ആത്മഹത്യ. നമ്മൾ ഈ വയനാട്ടില് ഒരു നടന്നിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു കൊലപാതകമാണ് ശരിക്കും. അത് ചർച്ച ചെയ്യുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ രീതി അങ്ങ് മാറ്റണം. കട്ടപ്പനയിൽ കോൺഗ്രസ് ഭരിച്ചൊരു ബാങ്കിൽ വരുത്തി വെച്ച ഒരു ദുരിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരാൾക്ക് മരിക്കേണ്ടി വന്നത്. 3 വർഷം മുമ്പ് വരെ അവിടെ ഭരണം നടത്തിയ കോൺഗ്രസ്സാണ്. ആ ബാങ്ക് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയപ്പോഴാണ് ഇലക്ഷനിൽ ഇടതുപക്ഷം അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത്. അതായത് അവിടുത്തെ വന്നിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെ ഉത്തരവാദി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെതാണ്. ആ ബാങ്കിൻ്റെ തകർച്ചയിലേക്ക് കോൺഗ്രസ്സാണ്. അതും ഇതും ഒരുപോലെയാണോ? അടുത്ത ചോദ്യം ചോദിക്കുന്നത് ദിവ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ കുടുംബത്തോടൊപ്പം ADMന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു, മറ്റേ പ്രതിയോടൊപ്പം ഇപ്പുറത്ത് കുറേ ആൾ. അതും ഇതും ഒരുപോലെയാണോ?
നിങ്ങൾ നോക്കണം, അത് ഇതൊരുപോലെയാണോ? രണ്ട് തരത്തിലുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതാവ് തന്നെ എഴുതി വെച്ച കാര്യങ്ങളുണ്ടായിട്ട് അത് ചർച്ച ചെയ്യുന്നതിന് പകരം ബ്രഹ്മഗിരിയെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മഗിരി ഇതുപോലെ ഞങ്ങൾ ആരെങ്കിലും നിയമിച്ചിട്ട് കുഴ വാങ്ങിയിട്ടുണ്ടോ? ബ്രഹ്മഗിരി ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള നഷ്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മഗിരി വിഷയത്തിലേക്ക് പോയത്. ബ്രഹ്മഗിരിയിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരാൾ CPM നേതാക്കൾ അതിൽ സാമ്പത്തിക അഴിമതി നടത്തി ധനസമ്പാദനം നടത്തിയെന്ന് ഏതെങ്കിലും ഒരാൾ ഉന്നയിച്ചിട്ടുണ്ടോ? സ്ഥാപനങ്ങളുടെ ചില പ്രവർത്തനത്തിൽ, കാരണം അത് ഒരു യൂണിറ്റാണ്, ആ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള നഷ്ടം, ആ നഷ്ടത്തിൻ്റെ ഭാഗമായി വന്ന ചില പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ പണം എങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, കരിവണ്ണൂരിൽ CPM ഏതെങ്കിലും ഒരാളെ സംരക്ഷിച്ചോ? അതിൻ്റെ ഡയറക്ടർമാരെയോ അതുമായി വീഴ്ച വരുത്തിയ ഒരാളെ സംരക്ഷിച്ചോ CPM? അതേ നിലപാടാണോ വയനാട്ടിലെ കോൺഗ്രസ് സ്വീകരിച്ചത്, KPCC സ്വീകരിച്ചത്? DCCയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ട് മകന് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ മരിച്ചാൽ ആ മകൻ ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വരുമെന്ന് കരുതി ഒരച്ഛൻ ആ മകന് വിഷം കൊടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തിച്ച കോൺഗ്രസ് നേതൃത്വത്തെ ഇന്നും കൂടെ കൊണ്ടു നടക്കുകയല്ലേ KPCC ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നമ്മുടെ MP ആയിട്ടുള്ള MP ഒരക്ഷരം മിണ്ടാത്തത്? വയനാടിൻ്റെ ജനപ്രതിനിധിയല്ലേ, ശക്തമായി മിണ്ടണ്ടേ? ഇതിന് ഉത്തരവാദികളായ ആളുകളെ ജയിലിലേക്ക് അയക്കാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും കോൺഗ്രസ് നേതൃത്വം ഇടപെടണ്ടേ? എന്തെങ്കിലും ഒരു നിലപാട് ഇതുവരെ ഉണ്ടായോ? ഇതിന് രണ്ടിന് ഇങ്ങനെ വേറെ കോൺഗ്രസിനെ മയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അതൊന്നും ഒഴിവാക്കണം. ശ്രീ ഗഗാറിൻ ആത്മഹത്യാ പ്രേരണ ജാമ്യത്തിൽ കൊടുക്കുന്ന രീതി തന്നെ എന്താ? ചോദ്യം പൂർത്തിയാക്കട്ടെ. അല്ല, ഇനിയിപ്പോൾ കുറ്റപത്രമാണല്ലോ, നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ കുറ്റപത്രത്തിൽ ഈ 3 പേരെയും കൊടുക്കാൻ ആവശ്യമായ ശക്തമായ തെളിവുകൾ ആ കുറ്റപത്രത്തിൽ ഉണ്ടാകുമോ? അല്ല, അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ ഉണ്ടാക്കേണ്ടത്. അന്വേഷണം ഞാനോ പാർട്ടിയോ അല്ലല്ലോ നടത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമാണ് കുറ്റപത്രത്തിൽ എത്രമാത്രം തെളിവുകൾ ലഭിച്ചു, തെളിവുകൾ സമർപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അതോടൊപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നേരത്തെ ശ്രീ സജീവൻ്റെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അഴിമതി എന്ന് പറയുന്നത് പണം വാങ്ങുന്നത് മാത്രമല്ല നിയമനത്തിൽ എന്ന് പറഞ്ഞൊരു വാചകം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം സഹകരണ മേഖലയിലെ നിയമനങ്ങളിലെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ച നിലപാടുകളുണ്ട്. ഏറ്റവും അവസാനം കേരള ബാങ്കിൻ്റെ നിയമനങ്ങൾ എല്ലാം PSCക്ക് വിട്ടു. PTS നിയമനം പോലും എംപ്ലോയ്മെൻറ്റ് വഴിയാക്കി, ഗവൺമെൻറ് റൂളുണ്ടാക്കി, നിയമമുണ്ടാക്കി. ഇപ്പോൾ സഹകരണ രംഗത്ത് കൊണ്ടുവന്ന സഹകരണ നിയമത്തിലെ ഭേദഗതികളുണ്ട്. അതിൻ്റെ ആ റൂള് പ്രകാരം ഇങ്ങനെ കരുവന്നൂരൊക്കെ ഏത് കാലത്താണ് ചോദിക്കുക? ഏത് കാലത്താണെന്ന് അല്ല, കരുവണ്ണൂര് നടന്നിട്ടുള്ളത് നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. കരുവണ്ണൂരിൻ്റെത് ഇതുപോലത്തെ നിയമമല്ല, ഇതുപോലത്തെ കരുവണ്ണൂരിൻ്റെത്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ല, ഇടതുപക്ഷത്തിന്റെ CPIMന്റെ കൃത്യമായ നിലപാടല്ലേ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അഴിമതികൾ വരാതിരിക്കാൻ, നിയമന കോഴകൾ ഉണ്ടാവാതിരിക്കാൻ കേരളത്തിലെ സഹകരണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി അതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് രാഷ്ട്രീയമായ ഇച്ഛാശക്തി. നേരിന്റെ പാതയിൽ സഹകരണ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള ശരിയായ വഴിയാണ്. ആ ഒരു രീതി എന്തുകൊണ്ടാണ് കോൺഗ്രസ് കേരളം ഭരിച്ചപ്പോൾ സ്വീകരിക്കാതിരുന്നത്? ശരി, പക്ഷേ കേന്ദ്ര ഏജൻസി വന്നപ്പോൾ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം. സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ബാലകൃഷ്ണൻ പെരിയ ഇതിലിപ്പോൾ അന്വേഷണം നടത്തി കൃത്യമായി ഈ പറയുന്ന പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് അന്വേഷണം ഈ ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടാകുമോ? അതാണോ പ്രതീക്ഷ? ഈ IC ബാലകൃഷ്ണൻ അടക്കം കേസിൽ പ്രേരണാക്കുറ്റത്തിൽ 1-ാം പ്രതിയാണല്ലോ. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ഗഗാറിനൊക്കെ ചർച്ച നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറേ അധികം പ്രതീക്ഷിച്ചതാണ്. ഒരു പാർട്ടിയിൽ അഴിമതി നടത്തിയയാൾ മറ്റേ പാർട്ടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന
ഒരു പ്രത്യേക ശൈലിയുണ്ടല്ലോ. ഇപ്പോൾ ഈ രണ്ട് ചർച്ചയും ഞാനിവിടെ കണ്ടു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ 1369 വരുന്ന ഈ സഹകരണ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ 1068 അർബൻ ബാങ്കുകളുണ്ട്. ഈ എല്ലാ ബാങ്കുകളിലും അഴിമതിയാണ്. അതിനകത്ത് LDF UDF എന്നുള്ള വ്യത്യാസമില്ല. ഇത് തിന്ന് വീർത്ത ഒരു വലിയ സംഘം കേരളത്തിൽ രണ്ട് പാർട്ടിയിലുണ്ട്. ഒരു ഭാഗത്ത് ഒരുപക്ഷെ സ്വജനപക്ഷപാതം കുറച്ചല്പം കൂടുതലായിരിക്കും, അവർ വാങ്ങിക്കുന്ന ഫണ്ട് പാർട്ടിക്കായിരിക്കും. മറുഭാഗത്ത് പാർട്ടി ഇല്ലാത്തത് കൊണ്ട് വ്യക്തികൾ വാങ്ങിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടു. ഇപ്പോൾ ഈ സർവീസ് എക്സാമിനേഷൻ ബോർഡിനാണ് ഈ ക്ലറിക്കൽ പോസ്റ്റ് വരെയുള്ള സംഭവങ്ങൾ. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഈ വാച്ച്മാൻ മുതൽ പിയൂൺ മുതൽ താഴോട്ടുള്ള സകല പോസ്റ്റുകളും ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ ബോർഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ രംഗത്തെ മുഴുവൻ അഴിമതിയും അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷെ ആ കാര്യത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. കാരണം ഈ തിന്ന് കൊഴുത്ത് വീർക്കാനും പാർട്ടി വളർത്താനും ഈ കൈക്കൂലി കാലങ്ങളായിട്ട് രണ്ട് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രയോ ഉദാഹരണം. ഇപ്പൊ ഈ ശ്രീകുമാർജി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് പോകുമ്പോൾ അദ്ദേഹം ചിരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാം സകല ആളുകളും പൈസ വാങ്ങിക്കുകയാണെന്ന്. അത് കോൺഗ്രസ്സുകാർ കുറച്ച് കൂടുതൽ നേരിട്ട് വാങ്ങിക്കുന്നു. അവർ പാർട്ടിയുടെ പേരിലല്ല, കോൺഗ്രസ് എന്ന് പറയാനേ പറ്റില്ല. ഇവരെല്ലാം വ്യക്തിയാധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നിയമം ഒരു മിനിറ്റ് ഓർമ്മിക്കേണ്ടത്, അവിടെ DCC പ്രസിഡന്റ് ആയിരുന്ന ആളായിരുന്നു തോമസ്. അദ്ദേഹം KPCC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു ബാങ്കിനെ എന്തിനാണ് പ്രാഥമിക അംഗത്വം മാത്രമുണ്ടായിരുന്ന സണ്ണി എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് പെട്ടെന്ന് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം മാറ്റുന്നത്? ഒറ്റ കാര്യം മാത്രമാണ്, അഴിമതി നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡമ്മി പ്രസിഡന്റ് വേണം. അവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. അവിടെ വിജിലൻസിന്റെ DYSP ആയി റിട്ടയർ ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം അവിടെ ആ കാലഘട്ടത്തിൽ മീനങ്ങാടിയിലെ CI ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജന്റെ ഭാര്യയ്ക്ക് 20 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹം ഇവിടെ ജോലി വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായതാണ്. അദ്ദേഹത്തെ അന്വേഷിച്ചാൽ മാത്രം ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വരും. അതുകൊണ്ട് ഇത് മുഴുവൻ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും ആർക്കും തർക്കമില്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഒരു സാധാരണ മനുഷ്യന്റെ, കോൺഗ്രസ് പ്രവർത്തകന്റെ ജീവനാണ് പാർട്ടി വില കൽപ്പിക്കേണ്ടത്. അല്ലാതെ അധികാരം കൈയാളുന്ന അഴിമതി വീരന്മാർക്കല്ല കോൺഗ്രസ് ഈ പുതിയ കാലഘട്ടത്തിൽ ഭരണത്തിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കും എന്നെന്താണ് പറയാൻ പറ്റാത്തത്? ഒരു കാരണവശാലും, അതാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്താ സംശയം? ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഈ ഞങ്ങൾ അതിന് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അതിന് അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയല്ലേ അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഈ കുറ്റവാളികളെ ശിക്ഷിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ആരെല്ലാം കുറ്റവാളികളാണോ അവരെ ശിക്ഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് തന്നെയാണ് ഗവൺമെൻറ് ലക്ഷ്യം. ആ ഗവൺമെൻറ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യമാണ്, CPMൻ്റെ ലക്ഷ്യമാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് നിർവഹിക്കുന്നത് വരെയുള്ള ജനകീയ പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റത്തിനപ്പുറമുള്ള അന്വേഷണത്തിലേക്ക്, അഴിമതിയുടെ അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങുമോ എന്നൊക്കെ എനിക്ക് കണ്ടറിയേണ്ടതാണ്. ഉത്തരവില്ല, കരുവന്നൂർ ഉത്തരമില്ല, കട്ടപ്പന ഉത്തരവില്ല. ശരി, ഒരു ചോദ്യത്തിന് മറു ചോദ്യമല്ല മറുപടി. ശരി, സ്വാഭാവികമായി കോൺഗ്രസിന് വരുന്ന ചോദ്യമാണത്. ശരി, വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണൻ പെരിയ. സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ P. ഗഗാറിൻ, N. ശ്രീകുമാർ, A. സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.